അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ക്രീമി നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മൈദ ഈ ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ഒരു സമയത്ത് നമ്മൾ 1/2 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ പശുവും പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പുള്ള ബട്ടർ ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്നില്ല എക്സ്ട്രാ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ ബട്ടറിലോ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റ് നൂഡിൽസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവുകളൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഈ ഉള്ളി ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാ കളറും കൂടെ വേണമെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇനി ഇത് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. നൂഡിൽസിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ എപ്പോഴും നമുക്ക് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസിൽ വരുന്ന ആ ഒരു സ്പൈസസ് തന്നെയാണ് ഞാൻ അതിൽ ചേർക്കുന്നത്. വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ആ ഒരു ഉപ്പും അതിലുള്ള ഒരു മുളകും അത് മാത്രം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അതിലുള്ള ഒരു 2 പാക്കറ്റ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്രീം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കുറച്ച് ക്രീമിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീമി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാനായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ് കേട്ടോ അത്. കഴിക്കുന്ന സമയത്ത് നൂഡിൽസിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു ക്രീമി ഇതായിട്ടുള്ളതും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യുക. ഇല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുറച്ച് പാസലിയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. പാസലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്താൽ മതി. പാസലി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.